നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വിളിച്ചിട്ട് ഞാൻ എടുക്കാത്തത് കൊണ്ടായിരിക്കും മെസ്സേജ് അയച്ചത്. എന്തോ അത്യാവശ്യ കാര്യം എന്നെ അറിയിക്കാനുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? ആരായിരിക്കും? എടാ ഫോൺ കിട്ടിയോ? കിട്ടി. ഇവിടെ വീണടത്തുണ്ടായിരുന്നു. കഴിച്ചോ. ജാക്ക് തിരിച്ചു വന്നാ പിന്നെ നിനക്കൊക്കെ ആഹാരം കഴിക്കാൻ പോലും സമയം കിട്ടില്ല. ഈശ്വരാ, പകറുവിന് എത്രയും വേഗം എന്റെ മെസ്സേജ് ഓപ്പൺ ചെയ്യാൻ തോന്നണേ. മീര എന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. എന്തായിരിക്കും അയച്ചത്? പാറു, ചായ ഇട്ടോണ്ട് വരാൻ പറഞ്ഞിട്ട് നീ ഇവിടെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണോ? കരുണാകരൻ സാറ് ഫോൺ എറിഞ്ഞു പൊട്ടിച്ചിട്ടും നീ പഠിച്ചില്ലല്ലേ? ഞാൻ മെസ്സേജ് തേങ്ങ. ഫോൺ അവിടെ വെച്ചിട്ട് ചായ കൊണ്ടുപാടി ചെല്ലേ. ജയന്തി ചേച്ചി, 5 മണി കഴിഞ്ഞു. 5:30 കോഫി ഷോപ്പിൽ വരാനല്ലേ കൈലാസ് സാറിനോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ പോയാലേ 5:30 അവിടെ എത്താൻ കഴിയുള്ളൂ. കൈലാഷ് സാറിനോട് 6 മണിക്ക് വരാൻ പറഞ്ഞാൽ മതിയായിരുന്നു. 1/2 മണിക്കൂർ നേരത്തെ പോകണമെങ്കിൽ കരുനാഗത്തിന്റെ പെർമിഷൻ വാങ്ങണ്ടേ? അയാളുടെ മുന്നിൽ തൊഴുതു നിൽക്കണമെന്ന് ആലോചിക്കുമ്പോഴാ. അതൊന്നും സാരമില്ല ജയന്തി ചേച്ചി. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്നല്ലേ? അതിനത് കഴുതിയല്ലോ, കാട്ടുപോത്തല്ലേ. വെറുതെ മുക്കയിടുന്ന കാട്ടുപോത്ത്. അയാളോട് ഞാൻ സംസാരിച്ചോളാം. നിങ്ങൾ എന്റെ കൂടെ വന്നാ മതി. സൗന്ദര്യം വാ. എങ്ങോട്ടാ പാറു? കൈലാഷ് സാറിനോട് 5:30 കോഫി ഷോപ്പിൽ വരാൻ പറഞ്ഞിട്ടില്ലേ? നീ ഇത് മറന്നുപോയോ? കോഫി ഷോപ്പിലോ? എന്തിന്? നല്ല കോഫി കുടിക്കണമെങ്കിലേ ബസ് സ്റ്റോപ്പിന് മുന്നിലുള്ള തട്ടുകട പോയാ മതി. സൂപ്പർ കോഫിയാ. നിന്നെ കൂട്ടി ഒരു വഴിക്ക് പോകുന്ന ഞങ്ങളെ തന്നെ പറഞ്ഞാ മതി. കോഫി കുടിക്കാനല്ലേ? കോഫി കുടിക്കാനല്ലെങ്കിൽ പിന്നെ കോഫി ഷോപ്പിൽ എന്തിനാ പോണേ? ബ്രാൻഡി കുടിക്കാൻ. അയ്യോ, ബ്രാൻഡിയോ? ഞാൻ ബ്രാൻഡി ഒന്നും കുടിക്കില്ല. നീ ഒന്ന് വന്നേ. സത്യമായിട്ട് ഞാൻ ബ്രാൻഡി കുടിക്കില്ല പാറു. നിങ്ങളും കുടിക്കരുത്, അത് ആരോഗ്യത്തിന് ഹാനികരമാ. വന്നേ. ഒരു മിനിറ്റ്. ജയൻ ചേച്ചി വാ. സർ, കരുണാകരൻ സർ. എന്താ ചോദിച്ചു കേട്ടില്ലേ? എന്താണ് 3 കൂടെ എന്റെ മുമ്പിൽ തലയും ചൊറിഞ്ഞു നിൽക്കുന്നത്? എന്താണ് അത് കരുണാകരൻ സർ, ഞങ്ങൾക്ക് ഇന്നൊരു 1/2 മണിക്കൂർ നേരത്തെ പോകണം. സാറിനോട് പെർമിഷൻ ചോദിക്കാനാ വന്നത്. 1/2 മണിക്കൂർ നേരത്തെ പോവാൻ പെർമിഷൻ? അല്ല, എത്ര മണിക്ക് പോകാനാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? 5 മണിക്ക്. നിങ്ങൾക്ക് 5 മണിക്ക് പോണം അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ മറന്നുപോയോ? പ്രൊഡക്ഷനിലുള്ളവരെ 6:30 മണി വരെ ജോലി ചെയ്യണം. മുൻകൂട്ടി അനുവാദം വാങ്ങാതെ നാട്ടിൽ ഉത്സവം കാണാൻ പോയവരല്ല 7:30 മണി വരെ. ഞാൻ അന്ന് പറഞ്ഞതല്ലേ 5 മണിക്ക് പോകാൻ ആർക്കും പെർമിഷൻ ഇല്ല. 7:30 മണി വരെ ജോലി ചെയ്തേ പറ്റൂ. പോ ജോലി. അങ്ങനെ പറയരുത് സർ. ജയന്തി ചേച്ചിയുടെ അമ്മയ്ക്ക് സുഖമില്ല.
എന്റെ അമ്മയ്ക്ക് എന്ത് അസുഖം? ഒരു അസുഖമില്ല. എന്നെയും സൗന്ദര്യം കാണണമെന്ന് ജയന്തി ചേച്ചിയോട് പറഞ്ഞത്ര. വയസ്സായവരൊരു ആഗ്രഹം പറയുമ്പോ അത് സാധിച്ചു കൊടുക്കണ്ടേ സർ? 7 മണിക്ക് ജോലിയും കഴിഞ്ഞ് ജയന്തി ചേച്ചിയുടെ വീട്ടിൽ പോവാന്ന് വിചാരിച്ചാ ഹോസ്റ്റലിൽ ചെല്ലുമ്പോ വൈകിയ ഹോസ്റ്റലിലും കേട്ടില്ല. അതുകൊണ്ടാ 5 മണിക്ക് പോവാന്ന് വെച്ചത്. സാറ് സമ്മതിക്കണം. അതെ സർ, ഇവരെ കാണണമെന്ന് അമ്മ കൊറേ ദിവസമായി പറയുന്നു. രോഗിയെ കാണാനാണെങ്കിലും സീരിയസ് ആയിട്ട് കിടക്കുന്ന ആളെ കാണാനാണെങ്കിലും 5:30-ക്കൊന്നും പെർമിഷൻ തരാൻ പറ്റില്ല. വേണമെങ്കിൽ 7 മണിക്ക് പൊക്കോ.